അടുത്തതാണ് ഇസാഫത്ത്. दो इसमों या एक इसम और ज़मीर के दरमियान ताल्लुक ज़ाहिर करने के तरीके. A way to show relationship between two nouns or a noun and a pronoun. രണ്ട് ഇസ്മുകളോ രണ്ട് നൗണുകളോ അല്ലെങ്കിൽ ഒരു നൗണും ഒരു പ്രോനൗണും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിനുള്ള ഒരു വഴിയാണ് എന്ത്, ഇസാഫത്ത്. അതെന്തൊക്കെയാവാം? ഈ പ്രോനൗൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മിൽക്കിയത്താവാം, സിഫത്താവാം, പിന്നെ സാഹത്താകാം, എന്തും ആവാം കേട്ടോ. എക്സ്പ്ലനേഷൻ ആവാം, ഡിസ്ക്രിപ്ഷൻ ആവാം. ഓക്കെ, ഉദാഹരണം പറയാം. യെ അഹമ്മദ് കാ ഗർ ഹേ. യെ അഹമ്മദ് കാ. ഓക്കെ, കാ ആണിവിടെ എന്ത്, ജമീർ, ഇദാഫത്ത്. കാ ഗർ ഹേ. ഓക്കെ, കാ ഗർ ഹേ. വോ ഫാത്തിമ की किताब है. ഫാത്തിമ की किताब है. ഇസാഫത്ത് കാ കിസ്മ. ഇനി ഇസാഫത്തിൻ്റെ കിസ്മുകളുണ്ട്. ഇസാഫത്ത് തംലീക്കിയാണ് ആദ്യത്തേത്. ഇസാഫത്ത് തംലീക്കി. वो इजाफत जिसमें एक चीज़ की मिल्कियत किसी दूसरे शख्स या चीज़ से जाहिर की जाए. Genitive construction where the ownership of one thing is shown by another person or thing. ഒരു കാര്യത്തിൻ്റെ മിൽക്കിയത്ത് കാണിക്കുന്ന ഒരു ഇസാഫത്താണിത്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കും. കിസാൻ കാ ഗേത്ത് ബഹുത്ത് ജർഖീസ് ഹേ. കിസാൻ കാ ഗേത്ത് ബഹുത്ത് ജർഖീസ് ഹേ. ഫാർമേഴ്സ് ഫീൽഡ് ഈസ് വെരി ഫെർട്ടൈൽ. മനസ്സിലായില്ലേ? കിസാൻ കാ ഗേത്ത് ബഹുത്ത് ജർഖീസ് ഹേ. അക്ബർ കാ ഗോഡ തേസ് ദൗഡ്ത ഹേ. അക്ബറിൻ്റെ കുതിര വളരെ വേഗത്തിലാണ് ഓടുന്നത്. വളരെ വേഗത്തിൽ ഓടുന്നു. ഇവിടെ കണ്ടില്ലേ, അതൊരു എന്താ പറയുക, തംലീക്ക്, ഒരു പൊസസീവ്, ഒരു ജനറ്റീവ്, ഒരു പ്രത്യേകത അതിന് കൊടുക്കുന്നുണ്ട്. ആരുടെ? കിസാൻ കാ ഗേത്ത്. മനസ്സിലായില്ലേ? ആരുടെ? കിസാൻ കാ ഗേത്ത്, കൃഷിക്കാരൻ്റെ ഗേത്ത്. അതുപോലെ തന്നെ അക്ബറിൻ്റെ കുതിര. ദ നെക്സ്റ്റ് വൺ ഈസ് ഇസാഫത്ത് തൗസീഫി. ഇസാഫത്ത് തൗസീഫി ആണ്. वो इजाफत जो किसी आम चीज़ के वजाहत करके इसे मखसूस कर दे, सिफत और मौसूफ का ताल्लुक ज़ाहिर करे. ഇതെങ്ങനെയെന്ന് വെച്ചാൽ a genitive construction that specifies a common thing by describing it, showing the relationship between an adjective and a described noun. ഒരു നൗണും അല്ലെങ്കിൽ അതിൻ്റെ സിഫത്തും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുവാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇസാഫത്താണിത്. ഓ ഇസാഫത്ത് ജോ കിസ് ആം ചീസ് കെ വിസാഹത്ത് കർക്കെ ഇസെ മഖ്സൂസ് കർ ദേ, സിഫത്ത് ഓർ മൗസൂഫ് കാ തഅല്ലുഖ് സാഹിർ കരെ. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കും. ഖൽഅ കെ ദീവാരെ ബഹുത്ത് ഊഞ്ചെ ഹേ. ഖൽഅ കെ ദീവാരെ ബഹുത്ത് ഊഞ്ചെ ഹേ. ഓക്കെ, ദ ഫോർട്സ് വാൾസ് ആർ വെരി ഹൈ. ദ ഫോർട്സ് വാൾസ് ആർ വെരി ഹൈ. ഇവിടെ കണ്ടില്ലേ, നമ്മൾ വെരി ഹൈ എന്ന് പറഞ്ഞിട്ട് ഫോർട്സിൻ്റെ കോട്ടയുടെ വാതിലിനെ കുറിച്ചാണ് പറയുന്നത്.